മുരളേട്ടാ, ഒന്നും കഴിക്കുന്നില്ലേ? ഒന്നും വേണ്ടടോ, തീരെ വിശപ്പില്ല. എന്നാ അകത്തുനിന്ന് കിടക്ക്. എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു? അത് സാരമില്ല, താൻ പോയി കിടന്നോ. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. തലയ്ക്ക് വല്ലാത്ത പെരുപ്പ്. എന്തുപറ്റി? മെഡിസിൻ വല്ലതും എടുക്കണോ? ഏയ് വേണ്ട, ഐ ആം ഓൾ റൈറ്റ്, കുഴപ്പമൊന്നുമില്ല. എന്നാ വാ, വന്നകത്ത് കിടക്ക്. ഒരു കാര്യം താൻ എനിക്ക് ഉറപ്പ് തരണം. എന്താ? നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിട്ട് നാണം കെടുത്തിട്ട് മാളു അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താണോ കാര്യം? മുരളിയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? സത്യമാണ് അശ്വതി, അവളുടെ ഈ പിടിവാശി കാണുമ്പോ ഞാൻ അരുതാത്ത എന്തൊക്കെയോ ചിന്തിച്ചു പോവാ. നമ്മൾ ജീവിച്ചതും സമ്പാദിച്ചതൊക്കെ വെറുതെ ആയി പോയെന്ന് തോന്നുക ഇപ്പോ. അരുത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മുടെ മാളു അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. അവള് മറ്റെന്തോ ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ അവൾ അങ്ങനെ പോവില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെയും വിശ്വാസങ്ങളെയും ഒക്കെ അവളെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കാറുണ്ടല്ലോ, അതാ എനിക്ക് ടെൻഷൻ. ഒന്നുമില്ല മുരളിയേട്ടാ, ഞാനല്ലേ പറയുന്നേ. ഇത് മാളും മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അല്ലാതെ നമ്മൾ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ലെന്നേ. മുരളിയേട്ട സമാധാനിക്ക്. അമ്മ കിടന്നോ? അമ്മയാകെ സങ്കടത്തില. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയി കിടന്നു. അവളോ ഉറങ്ങിയോ? അറിയില്ല, ഞാനങ്ങോട്ട് പോയില്ല. ഒരു കാര്യം ചെയ്യുക അശ്വതി, താൻ ഇന്ന് അവളുടെ കൂടെ കിടക്ക. ചെല്ല്, അവളെ തനിച്ചാക്കണ്ട. നമ്മളെല്ലാം ആളാവിധ അവളെ വേദനിപ്പിച്ചതല്ലേ, അവൾക്ക് സങ്കടം തോന്നണ്ട. എന്നാ മുരളിയേട്ടൻ കിടന്നോ? ശരി. അപ്പു, അപ്പു. എന്താ അമ്മ? നീ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആ ഉണ്ട്. എവിടേക്കാ? എവിടേക്കാന്ന് ചോദിച്ചാ ഒന്ന് രണ്ടു പേരെ കാണാനുണ്ട്. ആ കൂട്ടത്തില് മാളും ഉണ്ടോ? ഉണ്ടാവും, ഉണ്ടാവണല്ലോ. നിന്നെ VP അന്വേഷിക്കുന്നുണ്ട്. എന്താ കാര്യം? അതറിയില്ല, നിന്നോട് സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടോന്ന് പറഞ്ഞു. ഇനി എന്താ അമ്മ പറയാനുള്ളത്? VPക്ക് പറയാനുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇനിയും ഇന്നും അതൊക്കെ റിപ്പീറ്റ് ചെയ്യണോ? ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആകണമെന്നില്ലല്ലോ ഇന്ന് പറയാനുള്ളത്. അത് എന്താന്ന് കേൾക്കാൻ നീ ഒന്ന് മനസ്സ് കാണിക്കപ്പോ. ഓക്കെ, ഞാൻ കേൾക്കാം. പക്ഷെ അമ്മേ, ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറയാം. എന്തുകൊണ്ട് മാളു ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തു എന്നതിനെ കുറിച്ച് എനിക്കിപ്പോഴും വ്യക്തമായൊരു പിക്ചർ ഇല്ല. അതുകൊണ്ട് എനിക്കറിയാത്ത കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ തരാൻ എന്നെ ആരും നിർബന്ധിക്കരുത്. പിന്നെ മാളു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് നാട് കടത്താന്ന് ആരും പ്ലാൻ ചെയ്യണ്ട. അങ്ങനെ വല്ല കാര്യത്തിനാണ് VP കാണണമെന്ന് പറയുന്നെങ്കിൽ സോറി, തുടക്കത്തിൽ എനിക്ക് നോ പറഞ്ഞ് ഒഴിവാവേണ്ടി വരും. അപ്പോ VPക്ക് എന്താണ് നിന്നോട് പറയാനുള്ളതെന്നും നീ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയില്ല, അറിയണമെന്നുമില്ല. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് നാളായി ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം, നോക്ക്, VP ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്നുള്ളതാണ്. 2, നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഞാനോ നീയോ പറഞ്ഞ അറിവേ VPക്കുള്ളൂ. മനസ്സുകൊണ്ട് നിന്നെ ആൺകുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ശേഷം VP നമുക്ക് രണ്ടുപേർക്കും വേണ്ടി സ്വയം മാറാൻ തീരുമാനിക്കുകയായിരുന്നു. അതിലൊരു പരിധിവരെ ആ മനുഷ്യൻ വിജയിക്കുകയും ചെയ്തു. ഈ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ സ്വന്തം ജീവിതം വിരസമായി തീരുകയാണെന്ന് അറിഞ്ഞിട്ടും ആരോടും ഒരു പരാതിയും ഫ്രസ്ട്രേഷനും ഇല്ലാതെ VP തനിച്ച് ഈ വീട് മാനേജ് ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. ഉള്ളിൽ സങ്കടപ്പെടുമ്പോഴും നിന്റെ എന്റെയും മുന്നിൽ VP സന്തോഷവാനായി നടിച്ചു. എപ്പോഴും നിന്റെ ഭാവിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ടു.
നിനക്ക് വേണ്ടി പലരോടും പലതിനോടും കോംപ്രമൈസ് ചെയ്തു. എല്ലാ അർത്ഥത്തിലും ഒരു നല്ല ഗൃഹനാഥനായി ഈ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു VP. പക്ഷെ തന്നിലെ അധ്യാപകനെ വീണ്ടും ഈ സൊസൈറ്റിക്ക് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ പാവത്തിന്റെ സന്തോഷവും ആവേശമൊക്കെ നീയും കണ്ടതല്ലേ അപ്പൂ? തനിക്ക് നഷ്ടപ്പെട്ട സ്ഥാനവും മാനവും ഒക്കെ തിരിച്ചു പിടിച്ച ആത്മവിശ്വാസവും ആവേശവും ഒക്കെ കെട്ടടക്കുന്നതിന് മുമ്പേ വീണ്ടും സങ്കടകരമായ കാര്യങ്ങളാ സംഭവിക്കുന്നത്. സ്നേഹത്തിലായിരുന്നവർ തമ്മിൽ വീണ്ടും ശത്രുക്കളെ പോലെ പരസ്പരം പോരാടുന്നു. അമ്മ, എല്ലാത്തിനും കാരണം ഞാനാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നേ? ഒരിക്കലും അല്ല പൂ. ഒന്നിനും ഇനി നീ അങ്ങോട്ടൊരു കാരണമാവരുത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെയോ നിന്നെ ഒരു കാരണമാക്കാനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുത്. അമ്മ പറ, ഞാൻ എന്ത് വേണം? നീ BP പറയണ കേൾക്കണം, അനുസരിക്കണം. അതുകൊണ്ട് നിനക്ക് നന്മയേ ഉണ്ടാവുള്ളൂ. നിനക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും, നമുക്ക് വേണ്ടപ്പെട്ടവർക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. വാ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മതി മതി. താനും കൂടി ഇരിക്കേ. ഞാൻ പിന്നെ ഇരുന്നോളാം. അപ്പൊ പുറത്തു പോകാൻ പോവാന്ന് ഗീത പറഞ്ഞു. ആ, ഡേസേണ്ടി ഒന്ന് കാണണം, പിന്നെ മാളുവിനെയും. ഡേസി വിളിച്ചിരുന്നോ നിന്നെ? എന്തു പറഞ്ഞു ഡേസി? ഓക്കെ, ലീവ് ഇറ്റ്. ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. ഇപ്പൊ ഉടനെ തന്നെ അപ്പോൾ ഒരു ഡേസിയെ കാണുന്നുണ്ടോ? അതോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? എന്താ VP കാര്യം? അത് പറയാം. അതിനു മുമ്പ് നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ പ്രതീക്ഷിക്കുന്ന പോലെ മാളുവിന്റെ കാര്യം തന്നെയാ. പക്ഷെ സത്യം പറയാലോ, മാളുവിന്റെ ആ പറച്ചിൽ എനിക്കത്ര വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഡേസിയുടെ ആ ചോദ്യം മാളുവിനൊരു പ്രൊവോക്കേഷൻ പോലെ തോന്നിയിട്ടുണ്ടാവും. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് അങ്ങനെ ഒരു കളർ കൊടുക്കാൻ ശ്രമിച്ച ജോബിനോടുള്ള ദേഷ്യം കൊണ്ട് കൂടിയാവാം മാളു ആ സിറ്റുവേഷനിൽ അങ്ങനെ പ്രതികരിച്ചത്. അല്ലാതെ മാളു മനഃപൂർവ്വം അങ്ങനെ ഒരു പ്രതികരണം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ അപ്പോ? എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അപ്പൊ ഇതുവരെ അവളോടൊന്നും ചോദിച്ചില്ലേ? ഇപ്പോഴല്ല, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും? പോട്ടെ, അത് വിട്. ഇനിയിപ്പോ മാള് മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി ഇതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ലെന്ന എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ അത് മുരളിക്ക് അശ്വതിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അല്ല, അതിന് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. മാളുവിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചാ ഒരുപക്ഷെ അവൾക്കൊരു ബെറ്റർ ഓപ്ഷനായി തോന്നിയിട്ടുണ്ടാവാം. താൻ സ്നേഹിച്ച് വിശ്വസിച്ച് വിവാഹം കഴിച്ചൊരു പുരുഷനിൽ നിന്ന് വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നപ്പോ ഒരു സെക്കൻഡ് നേരത്തേക്ക് ജോബിന്റെ സ്ഥാനത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അപ്പു ആയിരുന്നെങ്കിൽ തന്റെ ജീവിതം ഇങ്ങനൊരു ട്രാജഡി ആവില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. ആ ഒരു വൈൽഡ് തോട്ടിനെ മാളു അപ്പോഴത്തെ ഒരു ആവേശത്തിൽ എല്ലാവരുടെയും മുന്നിൽ പ്രസന്റ് ചെയ്തു. അതിലെല്ലാവരും ഷോക്ക്ഡായി എന്ന് കണ്ടപ്പോ അവൾ അതൊരു പിടിവാശിയായി കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ഡിസിഷൻ കൊണ്ട് ജോബിന് ജയിക്കാന്ന് മാളു മനസ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് തോന്നുന്നു? എനിക്കറിയില്ല VP. ആ മറുപടി തന്നെ മാളിൽ നിന്നൊരു വിശദീകരണം കിട്ടുന്നവരെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതെ, മാളുവിൽ നിന്നൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണം, അതാണ് ഏറ്റവും ആവശ്യം. കേട്ടോ ഗീത, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനും അപ്പുവും
മാളവിനെയും കൂട്ടിയൊരു യാത്ര പോകുന്നുണ്ട്. യാത്രയോ? എങ്ങോട്ടേക്കാ ബേബി? അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, ഒരു ഡ്രൈവ്. ചിലപ്പോൾ അതൊരു ലോങ് ഡ്രൈവ് ആവാം. എന്തായാലും യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോ മാളു വിൽ ബി ഓൾ റൈറ്റ്. ഇനി ഏത് രീതിയിലുള്ള പ്രശ്നമാണ് മാളുവിന്റെ മനസ്സിനെ ഒലയ്ക്കുന്നതെങ്കിലും അത് വളരെ വിദഗ്ധമായി നമ്മൾ വാഷ് ഔട്ട് ചെയ്തിരിക്കും, അല്ലേ അപ്പോ? സോറി വിപി, ഇപ്പൊ മാളുവത്തുള്ള യാത്രയ്ക്ക് മെന്റലി ഒട്ടും പ്രിപ്പയർഡ് അല്ല ഞാൻ. പിന്നെ മാളു എന്തുകൊണ്ട് അങ്ങനെ ഒരു കമന്റ് പാസ്സാക്കിയെന്ന് അറിയേണ്ടത് മറ്റാരെക്കാളും എന്റെ ആവശ്യമാണ്. എന്റെ മാത്രം ആവശ്യം. അത് മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ മാളുവിൽ നിന്ന് എനിക്കറിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം വിപി എന്നെ സഹായിച്ചാൽ മതി. ആന്റി, ആന്റി. എന്താ അപ്പു? എന്താ കാര്യം? മാളു ഇവിടെ ഇല്ല അങ്കിൾ. മാളു ഇവിടെ ഉണ്ട്. അപ്പു വന്ന കാര്യം പറ. എനിക്ക് മാളുവിനെ ഒന്ന് കാണണം. സോറി അപ്പു, അത് പറ്റില്ല. അപ്പു നിൽക്കണ്ട, പൊയ്ക്കോ. എനിക്ക് മാളുവിനെ കാണണം അങ്കിൾ, അത്യാവശ്യമാണ്. കണ്ടിട്ടേ ഞാൻ പോവൂ. കണ്ടിട്ടല്ല, കൊണ്ടിട്ടേ നീ ഇവിടുന്ന് പോവൂ. ദേ കൊച്ചേ, ഇത്രയും നെറികേട് നീ കുടുംബത്തോട് കാണിച്ചിട്ടും നിന്നെ കൈവെക്കാതെ വിടുന്നതേ നിന്റെ ഈ ആൺകോലം കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. പാവം പിടിച്ച തന്തേം തള്ളേ ഓർത്തിട്ടാ. പക്ഷെ ഇനി ഈ വീട് നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മുത്തശ്ശി, വെറുതെ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഈ വീട് നശിപ്പിക്കാനോ ഇവിടെയുള്ളവരുടെ ജീവിതം കുളന്തോണ്ടാനോ ഒന്നും എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. പിന്നെ നിങ്ങളുടെ വായിന്ന് ഇത്രയൊക്കെ കേട്ടിട്ട് മിണ്ടാൻ നിൽക്കുന്നതേ എന്റെ കഴിവുകേടായിട്ട് കാണണ്ട. ഇപ്പോഴും ഇവിടെയുള്ളവരെ എന്നെയും എന്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടാ. അങ്കിൾ, എന്നെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. അറിഞ്ഞോ അറിയാതെയോ എന്റെ പേരിൽ ഈ വീട്ടിലുണ്ടായ പ്രശ്നം അത് എന്നേക്കുമായിട്ട് പരിഹരിക്കാനാണ് ഞാൻ വന്നത്. അത് പരിഹരിക്കാൻ അപ്പുവിന്റെ സഹായം തൽക്കാലം ആവശ്യമില്ല. അത് അങ്കിളിന് വെറുതെ തോന്നുന്നതാ. എന്റെ സഹായം ഇല്ലാതെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. സോ പ്ലീസ് അങ്കിൾ, മാളുവിനെ പോലെ കാണണമെന്ന് ഞാൻ പറയില്ല, എങ്കിലും ഇത്രയും നാൾ കണ്ടു പരിചയിച്ച ഒരു അയൽപ്പക്കത്തെ കുട്ടി എന്ന കൺസിഡറേഷൻ എങ്കിലും എനിക്ക് തരണം പ്ലീസ്. ഞാൻ മാളുവിനെ ഒന്ന് കണ്ടോട്ടെ. മുരളി, എന്താ ഇതൊക്കെ? എന്തിനാ കേറി പോകാൻ സമ്മതിച്ചേ? വരട്ടമ്മേ, എന്താ അപ്പുവിന്റെ ഉദ്ദേശം എന്നറിയാലോ? അതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ കൊച്ചു നമ്മുടെ കയ്യിൽ നിന്ന് പോവും, പറഞ്ഞേക്കാം. എത്തിയോ? നിന്റെ ഒരു എൻട്രി ഞാൻ ഏത് സമയത്തും പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ സാർ ഇങ്ങനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കുന്ന? അല്ല, താഴെ നിന്നെ ആരും ഒന്നും പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ ഞാൻ ചെറുതായിട്ടെങ്കിലും ഒരു ഫൈറ്റ് സീൻ പ്രതീക്ഷിച്ചു. എങ്ങനെ സ്കൂട്ടായി? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം നമുക്കൊന്ന് പുറത്തു പോയല്ലോ. അപ്പോ എനിക്ക് നല്ല ചൂട് തട്ട് ദോശയും ഒരു ഓംലെറ്റും കഴിക്കാൻ തോന്നാ. വിട്ടാലോ? പക്ഷേ നീ ഇങ്ങോട്ട് കയറി വന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല നമ്മൾ രണ്ടുപേരുടെ പുറത്തോട്ട് പോകുന്നത്. അമ്മയും മുത്തശ്ശി മാത്രമായിരുന്നെങ്കിൽ പിന്നെയും നോക്കായിരുന്നു. ഇതിപ്പോ മുരളി സാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് സീൻ ഡാർക്കാവും, അല്ലേടാ? തട്ടുദോശ ഓംലെറ്റും കഴിച്ചാ നീ ഹാപ്പി ആവില്ലേ? യാ ഷുവർ. എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനും. അപ്പൊ ഞാനും ഹാപ്പി ആവും. വാ. അങ്കിൾ, ഞങ്ങളൊന്ന് പുറത്തു പോവാ. മാളു സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങ് തിരിച്ചു വരും. അതൊന്നും പറ്റില്ല മുരളി, ഇത് സമ്മതിക്കരുത്. എന്തെങ്കിലും പറയാനോ കേൾക്കാനോ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മതി. അമ്മേ, എന്റെ മോളെ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ നിന്നെ വിശ്വസിച്ച്, നിന്നെ മാത്രം വിശ്വസിച്ചാ ഞാനതിന് സമ്മതിക്കുന്നത്. മുരളി, അമ്മേ, തിരിച്ചിവളെ ഇവിടേക്ക് പറഞ്ഞു വിടേണ്ട ഉത്തരവാദിത്തം നിനക്കാ. അത് മറക്കണ്ട. ഓക്കോ. നീ ഇതെന്ത് ഭാവിച്ചാ മുരളി? ഇത്രയൊക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ നാശത്തിനെ നമ്പാൻ നിൽക്കുവാണോ? കഷ്ടം തന്നെ. യോ, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നു മുരളിട്ടാ.
ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇനി ഒരു ചാൻസ് കൊടുത്തില്ല എന്ന് വേണ്ട. പോയിട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. മാളു, നീ വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് പറഞ്ഞോ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അപ്പോ. ആദ്യം എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് തലയുരണം. അതിന് മതിയായ കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ എന്തിന് നീ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതിനൊരു കാരണമാക്കി? അതാ എനിക്ക് അറിയേണ്ടത്. എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആർക്കും ഒരു ശല്യമാവാതെ കഴിയുന്ന എന്നെ നീ എന്തിനാ മനഃപൂർവ്വം ഇതിനകത്തോട്ട് മെൻഷൻ ചെയ്തേ? എല്ലാവരും വീണ്ടും ശത്രുക്കളാക്കി. എന്തായിരുന്നു ഇതിന്റെയൊക്കെ ആവശ്യം? ആവശ്യമുണ്ടായിരുന്നപ്പോ മാളുവിന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കേണ്ട ആളല്ല അപ്പോ. അത് മാത്രല്ല, ഇതിലൊരു കാവ്യനീതി ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാവ്യനീതിയോ? മാളു, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കാവ്യനീതിയോ നീ ഇതിൽ കണ്ടത്? ഒരിക്കൽ നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഡോക്ടർ ജോബിനുമായിട്ട് കൂടുതൽ അടുത്തു തുടങ്ങിയത്. ഇന്ന് അതേ ആളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിന്റെ സഹായം തേടുന്നു. ഇപ്പൊ മനസ്സിലായോ അതിന്റെ പോയിറ്റിക് ജസ്റ്റിസ് എന്താന്ന്? അപ്പോ എന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഷോർട്ട് കട്ട് മാത്രമായിരുന്നു ഡോക്ടർ നിനക്ക്, അല്ലാതെ അയാളെ നിനക്ക് ഇഷ്ടമായിരുന്നില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ഇഷ്ടവും സ്നേഹമൊന്നും അയാൾക്ക് ആവശ്യമില്ലായിരുന്നു. അർഹതയില്ലാത്ത ഒരാൾക്ക് അതിന്റെ വില മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാനത് തിരിച്ചെടുക്കുന്നു. അതിന് അയാൾ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ഈ സൗഹൃദത്തെ തന്നെ ഉപയോഗിക്കുന്നു. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അങ്ങനെ ഡിവോഴ്സ് വാങ്ങി തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ജീവിതം എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം, അതെന്നെ ഉദ്ദേശം. നിന്റെ ഇഷ്ടം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഡേസി ആന്റിയോടോ അശ്വതി ആന്റിയോടോ ഒക്കെ പറഞ്ഞ പോലെ എന്റെ ഒപ്പം ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം? പറമാളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്ങനെയെങ്കിൽ എങ്ങനെ? മേക്ക് ഇറ്റ് ക്ലിയർ മാളു. പറമാളൂ, എന്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറാണോ നീ? താല്പര്യമുണ്ടോ നിനക്ക്? എങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യട്ടെ. പക്ഷെ അത് ഡോക്ടർ ജോബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആവരുത്. ലൈഫ് ലോങ് പാർട്ട്ണറായി എന്റെ കൂടെ തന്നെ ഉണ്ടാവണം, മരണം വരെ. പറ്റുമോ നിനക്ക്? എന്തേ മറുപടി ഇല്ലേ നിനക്ക്? ഒരു ദിവസം, ഒരേ ഒരു ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ എനിക്കൊരു മറുപടി കിട്ടിയിരിക്കണം. കേട്ടല്ലോ?